ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം രാവിലെ 9 മണി കേട്ടോ. പിന്നെന്താ, ഇവിടുത്തെ വിൻ്ററൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ജാക്കറ്റിനൊന്നും ആവശ്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ ഈ ജാക്കറ്റൊക്കെ മാറ്റി വെച്ചിരുന്നതായിരുന്നു. ബട്ട് സംഹൗ ടുഡേ ഇറ്റ്സ് ലൈക്ക് ഒരു ചെറിയ തണുപ്പുണ്ട്, 3 ഡിഗ്രി. അപ്പം ഞാനിന്ന് വീണ്ടും ജാക്കറ്റ് എടുത്തിടേണ്ടി വന്നു. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം പൂക്കളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. I know it's been a while since I did a vlog. Anyway, it's better late than never എന്നല്ല പറയുന്നത്. സോ നമുക്കൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ജോയിൻ വിത്ത് മീ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറയല്ലേ. തൽക്കാലം ഈ ഒരു മരത്തിലെ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇനി ബാക്കി പൂക്കളൊക്കെ വഴിയേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. So come a little closer, but don't hold your breath. ഞാനിപ്പോൾ ഇനി ഓഫീസിലോട്ട് കയറാൻ പോവാണ്. അടുത്ത ബ്രേക്ക് സമയത്ത് നമുക്ക് കാണാം. കഴിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരാം. ലഞ്ച് ബ്രേക്കായി. ലഞ്ചിൽ ആവശ്യമായിട്ട് കഴിക്കാനുള്ള സമയമൊന്നുമില്ല. ഐ ഹാവ് ഓൺലി 15 minutes. അപ്പോൾ ഞാൻ എന്താണ് ലഞ്ചിന് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. കുറച്ചേ എടുത്തുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ ലാവിഷായിട്ട് സമയമൊന്നും ഇല്ലാത്തതാണ്. ഞാൻ ഓർത്തു ഓക്കെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എനിക്ക് ലാബിൽ എക്സ്പെരിമെൻ്റ് ഉണ്ട്. സോ ഐ വിൽ ഷോ യു ദ ലഞ്ച്. സോ കുറച്ച് ബ്രോക്കോളി, പിന്നെ ഇതെന്തോ മനസ്സിലാവുന്നില്ല. ഐ തിങ്ക് സംതിങ് എന്തോ ഒരു ക്യാബേജ് പോലത്തെ സാധനം, പിന്നെ കുറച്ച് ബീഫ് ആൻഡ് ഈ സാധനം എൻ്റെ പേരെന്തായിരുന്നു, കോസ്റ്റോ അല്ലേ, അതെ. പിന്നെ ഐ ടുക്ക് സം ഫ്രൈസ്, ഓൺലി ദിസ് മച്ച്. അപ്പം ഞാൻ ഇപ്പോൾ ആഴ്ച ഒരു ദിവസമാണ് എൻ്റെ ഓഫീസ് കഫറ്റീരിയയിൽ നിന്നുള്ള ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് കഴിക്കാൻ പോകുന്നത് നമുക്ക് മുതലാകത്തില്ല. സോ ഐ പ്രിഫർ ടു ഈറ്റ് വൺസ് ഇൻ എ വീക്ക്. അല്ല അത്രയ്ക്കും ഭയങ്കര ഒരു ക്രേവിങ് വരുവാണെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറേ വെറൈറ്റി ഫുഡുകൾ എനിക്ക് കിട്ടാറുണ്ട്. സോ ഇടയ്ക്ക് ഞാൻ അതിനെ കഫറ്റീരിയയിൽ പോയി നോക്കും എന്തൊക്കെയുണ്ട് ഫുഡെന്ന്. അതിനനുസരിച്ച് ഞാൻ ചിലപ്പം മേടിക്കും. സോ ഇതുണ്ടല്ലോ, പൊട്ടറ്റോ ഫ്രൈ ആണെന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ്, വിഷമിച്ചാണ് എടുത്തത്. ബട്ട് ഇറ്റ്സ് നോട്ട് പൊട്ടറ്റോ ഫ്രൈ, ഇറ്റ്സ് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് ഹെൽത്തി, റൈറ്റ്? സോ ഐ എം ഹാപ്പി. സോ ഐ ആം ഗോയിങ് ബാക്ക് ആഫ്റ്റർ വർക്ക്. പിന്നുണ്ടല്ലോ, ഞാൻ എപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോഴുണ്ടല്ലോ മിക്ക ദിവസവും ഞാൻ ഈ ഉടുപ്പായിരിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആക്സിഡൻറ്റ് ഹാപ്പൻ ചെയ്യുന്നതാണ്. ഞാൻ പെട്ടെന്നായിരിക്കും ഒരു ദിവസം രാവിലെ എനിക്ക് പിന്നെ മിക്കവാറും വണ്ടിയൊക്കെ ഓടിക്കുന്നതിടയ്ക്ക് ആയിരിക്കും ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പം ഇന്ന് ഞാനിങ്ങനെ തുടങ്ങിയപ്പോഴും ഞാൻ വിചാരിച്ചു, ഇനി മുന്നേ ഏതോ 1-2 വ്ളോഗിലൊക്കെ ഞാൻ ഇതേ സെയിം ഡ്രസ്സായിരുന്നല്ലോ. വേറെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്, എങ്കിലും സംഹൗ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 ആഴ്ചയായിട്ട് ലൈഫ് ഈസ് സോ ഹെക്റ്റിക്. ഞാൻ ഇപ്പോൾ ഒരു 1 hour മുന്നേ കുറച്ച് നേരത്തെ ഇറങ്ങി, കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് മൈ കാർ. എൻ്റെ പുതിയ കാറ് നിങ്ങൾ ആരെയും കണ്ടായിരുന്നോ? ഞാൻ എൻ്റെ പഴയ മിസ്റ്റർ കുട്ടപ്പൻ കാറാണ് നിങ്ങളെല്ലാവരും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ. ഈ കാർ വന്ന പിന്നെ ഞാൻ അധികം അങ്ങനെ വ്ളോഗിങ്ങും കലാപരിപാടികളൊന്നും ചെയ്യാറില്ല. സോ ദിസ് ഈസ് മൈ ന്യൂ കാർ. റോഡ്, ഈ മെക്കെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് എടുത്തിട്ടുണ്ടല്ലോ. കൊച്ചു പണ്ട് പ്രീ സ്കൂൾ ആയിരുന്ന സമയത്ത്, കിൻഡർ ഗാർഡന് മുന്നേ പ്രീ സ്കൂൾ ആയിരുന്ന സമയത്ത് ഞാൻ ആ കാണിച്ച ആ വഴിയിൽ മെക്കെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് ആ കാണുന്ന റൈറ്റിൽ കൂടെ പോകണമായിരുന്നേ. ഈ വീട് കണ്ടോ നിങ്ങൾ? കാണാവോ? നമ്മൾ നാട്ടിലൊക്കെ പോലുള്ള വീട് പോലുണ്ടോ? ചിപ്പുവിനെ നിങ്ങളെല്ലാം കുറേ നാൾ കൂടിയല്ലേ കാണുന്ന. ചിപ്പുവിനിപ്പം എത്ര മാസമായടാ? ചിപ്പുവിനിപ്പം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി, ഒക്ടോബർ 5th അവൻ്റെ ബർത്ത്ഡേ. യെസ്, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് 5 months ആയി. ഭയങ്കര സ്നേഹക്കാരനാണ്. സോ
എൻ്റെ രക്ഷയില്ല. ഞാനിപ്പം ഒരു ജ്യൂസ് കുടിക്കാൻ പോവാം. ഈ ജ്യൂസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയോ? ഈ ജ്യൂസിനകത്ത് കണ്ടെയ്ൻസ് ഓറഞ്ച്, ആപ്പിൾ ജ്യൂസ്, ക്യാരറ്റ്, ലെമൺ, ജിഞ്ചർ ടീ, ടേമറിക് ടീ, ഇപ്പം ഇത്ര സാധനമാണുള്ളത്. അപ്പം ഞാൻ ഈ ജ്യൂസ് മേടിക്കുന്ന കടയിൽ 3 ടൈപ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ട്, പിന്നെ സെലറി, ഗ്രീൻ ആപ്പിൾ, സ്പിനാഷ്, കുക്കുംബർ ഇതെല്ലാം കൂടെ ഇട്ട് വേറൊരു ജ്യൂസ് ഉണ്ട്. പിന്നെ ബെറി ജ്യൂസ്, ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി ഇങ്ങനത്തെ എല്ലാ ബെറീസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത ജ്യൂസ് ഉണ്ട്. അങ്ങനെ ഈ 3 ടൈപ്പ് ഇങ്ങനെ. ഇത് ഫ്രഷ് ജ്യൂസാണ്, മറ്റേ ആർട്ടിഫിഷ്യൽ ജ്യൂസല്ല. പിന്നെ 3 ടൈപ്പ് ജ്യൂസാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ ഓരോ ആഴ്ചയും ഇങ്ങനെ ഓരോ ജ്യൂസ് മാറി മാറി മേടിച്ച് കുടിക്കാറുണ്ട്. നോ പ്രിസർവേറ്റീവ്, നത്തിങ്. ഇത് ഫ്രഷ് ജ്യൂസാണ്. അപ്പോൾ അതാണ് ഞാൻ കുടിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കിട്ടുന്ന ജ്യൂസൊന്നും എനിക്ക്, ആർട്ടിഫിഷ്യൽ ജ്യൂസൊന്നും ഇഷ്ടമല്ല. എല്ലാത്തിനും എനിക്ക് ഒരുമാതിരി മറ്റേ ഉണ്ടല്ലോ ടോണിക്കിൻ്റെ ഒക്കെ ഫ്ലേവറാണ് ഇവിടുത്തെ ജ്യൂസൊക്കെ. അങ്ങനത്തെ ജ്യൂസൊന്നും ഞാൻ കുടിക്കാറില്ല. ഞാൻ ജ്യൂസ് കുടിക്കാൻ കാരണം എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മടിയാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാനിങ്ങനെ ജ്യൂസ് കുടിക്കും. ബിബിനും കുച്ചുമൊക്കെ ആണെങ്കിൽ കുച്ചു ഓറഞ്ചൊക്കെ കഴിക്കും. ബിബിനും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കഴിക്കും. പക്ഷേ എനിക്ക് എന്തോ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ജ്യൂസായിട്ടെങ്കിലും ചെല്ലട്ടെ എന്ന് വിചാരിച്ച് ഐ ലൈക്ക് ഇങ്ങനത്തെ ഈ ജ്യൂസ് കുടിക്കുന്ന. പിന്നെ ജ്യൂസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസൊക്കെ അടിച്ചു വെക്കാറുണ്ട്. ഇതൊന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഒരാഴ്ച ചെയ്യും, 2 ആഴ്ചയൊക്കെ ചെയ്യും. പിന്നെ ഐ ഡോണ്ട് നോ ലൈക്ക് പിന്നെ എനിക്ക് ചില സമയം മൂഡ് കിട്ടത്തില്ല ചെയ്യാനുള്ള ആ ഒരു വൈബും. നമ്മളോട് രാവിലെ പറഞ്ഞില്ലായിരുന്നോ ചിപ്പു നേരെ നടക്കുന്നേ വായിൽ കമ്പ. ഓക്കെ, അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു പൂക്കൾ കാണിച്ചു തരാമെന്നുള്ളത്. പോകുന്ന വഴിക്ക് 1-2 മരത്തിലൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായിട്ടുണ്ട്. ലെറ്റ് us go and see that. ഓക്കെ, പിന്നെ ചിപ്പുവിനെ പിടിച്ചോണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ ചിപ്പു? ആ ഈസി അല്ല. ചിപ്പുന് ഒരേ പരാക്രമമാണ്. അവനൊരു പപ്പിയല്ലേ, പപ്പി ഡോഗായതുകൊണ്ട് അവന് മൊത്തത്തിൽ ഇച്ചിരി ഇളക്കം, ഹൈപ്പറാണ്. ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പം അവൻ അങ്ങോട്ട് പോകും. എങ്കിലും അവനൊരു ആക്സന്റുള്ള ചിപ്പു. അപ്പം ദിസ് ഈസ് എ ടൈം ദാറ്റ് ഐ എൻജോയ്. ഞാൻ ഇവിടെ വരുന്ന സമയത്തുണ്ടല്ലോ, ഇവിടെ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നില്ല ഒരു പട്ടിയില്ലാത്ത, മിനിമം ഒരു പട്ടിയെങ്കിലും ഇല്ലാത്ത വീട് കാണുമെന്ന് തോന്നുന്നില്ല. ചില വീട്ടിലൊക്കെ 2-3 പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള കുറേ വീടുകളിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാണാം വീടിനകത്ത് നിന്ന് 2-3 പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നാ, ഇപ്പോൾ ആൾക്കാരിങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പട്ടി, എനിക്ക് മാത്രം ഒരു പട്ടിക്കുട്ടി ഇല്ലല്ലോ എന്നോർത്ത് ചിപ്പു ഇങ്ങോട്ട് വാ. എനിക്ക് വിഷമമായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ വിഷമം മാറ്റാൻ വന്ന എൻ്റെ പട്ടിക്കുട്ടിയാണ് ഈ ചിപ്പു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വോക്ക് ഞാൻ വിചാരിച്ചത്ര ഒരു എൻജോയബിൾ ആയിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു പുറത്തെ. കാറ്റത്ത് ഇലകളിങ്ങനെ പറക്കുമല്ലോ. ഇലകൾ പറക്കുമ്പോൾ ഓരോ ഇലേനെയും ചിപ്പു അവൻ്റെ ഒരു ശത്രുവായിട്ട് കണ്ടു. എല്ലാ ഇലയുടെ പുറകെ പോവുക, ആ ഇലേനെ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ വിനോദം. അവൻ പുറകെ പോകുന്നതനുസരിച്ച് ഞാൻ ഓടണമല്ലോ, തണുപ്പായത് കാരണം നാക്ക്. അങ്ങനെ ഓടി ഞാനൊരു പരുവായി, അവനൊരു പരുവായി. അവൻ്റെ കിടപ്പ് ഞാൻ കാണിച്ചു തരാം. ആ ഇലയൊന്നും നിൻ്റെ എനിമീസ് അല്ലടാ. പുള്ളി അപ്പോഴെ തളർന്നുപോയി. ഇലകളെല്ലാം ആക്രമിച്ച്, ഇലകളെല്ലാം തോപ്പിച്ച് വന്ന് കിടക്കുന്ന ചിപ്പു ആണിത്. എന്നെ ചിപ്പു ടയർഡായോ ചിപ്പു? ഇനിയിപ്പോൾ കുച്ചും പോട്ടെ, ചിപ്പു കുറച്ച് ടയർഡാണ്. ഇനിയിപ്പം കുച്ചു വരാനില്ല.
ചിപ്പുവിന് കൊച്ചിൻ്റെ കൂടെ കളിക്കാനുള്ളത് അല്ലേ ചിപ്പുച്ചി? അല്ലടി ചിപ്പുച്ചി ഇത് കണ്ട ചിപ്പുവിൻ്റെ കണ്ണിനകത്തോട്ടൊക്കെ കുറേ രോമം വന്നിട്ടുണ്ടേ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താൻ പോവാണ്. ഇനിയിപ്പോൾ കുച്ചു വരും. ഇന്ന് ബുധനാഴ്ചയാണ്. കുച്ചുവിന് വേദപാഠമുണ്ട്. കുച്ചുവിന് മാത്രമല്ല എനിക്കുണ്ട് വേദപാഠം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അതിന് പോകണം. കുച്ചുവിന് ഫുഡ് കൊടുക്കണം. അതിൻ്റെ ആയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ എനിക്ക് ലലല ലാലല പാടിയിരിക്കാനുള്ള സമയമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റപ്പ് ആയേ പറ്റത്തുള്ളൂ. ഇത്രയും നേരം ഞാൻ ആടി തൂങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. സോ ഞാൻ ഇനി കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ? ഞാനിവിടെ പോകുന്നു, നല്ല തരക്കേടിലാകെ പോകുന്നു. അപ്പം വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ബൈ ബൈ.